കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാവുന്ന വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ നിസാൻ്റെ സണ്ണിയാണ്. സണ്ണിയുടെ XV എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. 2012 ഇതിൻ്റെ മോഡൽ. പിന്നെ ഡീസലാണ്. നല്ല മൈലേജും കാര്യങ്ങളൊക്കെ തരുന്നൊരു വണ്ടിയാണ്. പിന്നെ സണ്ണിനെ കുറിച്ച് അറിയാം. മാർക്കറ്റിൽ കിട്ടാവുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ലാവിഷായിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റാവുന്ന സെഡാനും കൂടിയാണ് ഈ ഒരു സണ്ണി. അപ്പോൾ ഈ ഒരു സണ്ണിയുടെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോയിരുന്നെങ്കിൽ ഇതിപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2012 ഇതിൻ്റെ രജിസ്ട്രേഷൻ വന്നത്. അടുത്ത 15 കൊല്ലം എന്നുണ്ടെങ്കിൽ നമ്മൾ 2027 വരെ ഇതിന് നിലവിൽ രജിസ്ട്രേഷൻ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന വണ്ടി കൂടിയാണ്. അപ്പോൾ XV എന്ന ഓപ്ഷൻ ആയതുകൊണ്ട് എല്ലാവിധ ഫീച്ചേഴ്സും വണ്ടിയിലുണ്ട്. ഇൻക്ലൂഡിങ് നമുക്കിവിടെ കീലെസ് എൻട്രിയും അതേപോലെ പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്കൊന്ന് ഫുൾ കണ്ടിട്ട് വരാം. ഇന്ത്യസ് XCS എഞ്ചിൻ ഭാഗം എല്ലാം കാണിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു നിസാൻ സണ്ണിയാണ്. അപ്പോൾ സണ്ണി ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ സണ്ണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഒരു സെഡാൻ വാഹനം ഒരിക്കലും നമുക്ക് കിട്ടാനില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഒരുപാട് സ്പേഷ്യസ് ആണ് വേണ്ടി. ഒരുപാട് സ്പേഷ്യസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാം, ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് ഇത് കൊള്ളിക്കാം. പിന്നെ വണ്ടി അത്യാവശ്യം സ്ട്രോങ് ആണ്, നല്ല കംഫർട്ടാണ്. ലോങ് ഡ്രൈവൊക്കെ പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വണ്ടി, ഏറ്റവും നല്ല സെഡാൻ എന്നൊക്കെ ഈ ഒരു കാറ്റഗറി ഏറ്റവും നല്ല സെഡാനാണ് സണ്ണി. അത് നമുക്കിവിടെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ 2012 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഡീസൽ ഓപ്ഷനിൽ വന്ന വണ്ടിയാണ്. കേട്ടോ, വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു. നമുക്കിനി വീലാസിൻ്റെ എയർ കണ്ടീഷനിലേക്ക് ജസ്റ്റ് പോയേക്കാം. വീലാസിലേക്ക് നോക്കാം. നല്ല നീറ്റായിരിക്കും. വീലാസ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കാണാൻ പറ്റും. വിൻഷീൽഡിലേക്ക് വരുമ്പോൾ നല്ല നീറ്റായിരിക്കും. വിൻഷീൽഡ് നമുക്ക് കാണാം. അതേപോലെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ ഗ്രില്ലായാലും നീറ്റായിട്ട് ഗ്രില്ല് നമുക്ക് കാണാം. ലാമ്പും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. നമുക്കിവിടെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റായിട്ടിരിക്കുന്നു. കുഴപ്പമില്ലാത്ത ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാം. 2 ഡോറിലേക്കും വരാം. 2 ഡോറിലേക്കും വരുമ്പോൾ ഇവിടെ ചെറുതായിട്ടുള്ള പൊട്ടിക്കുള്ള സ്ക്രാച്ചൊക്കെ നമുക്ക് ചെറിയ സ്ക്രാച്ചസ് നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ, ആ ഒരു കുഴപ്പം മാത്രം നമുക്ക് കാണാനുള്ളൂ. വേറെ കംപ്ലയിൻറ്റ്സ് നമുക്കിവിടെ പറയാനില്ല. ഇവിടുത്തെ വീലാർസിലേക്ക് വരാം. വീലാർസ് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. നമ്മളിനി ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കൂടെ കാണാം. സൈഡ് പോർഷൻ ആയാലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഡിഫോക്കേഴ്സ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ലിഡ് കാണാം. ലിഡ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ലിഡ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, നമുക്കിനി റൈറ്റ് സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ 2 ഡോറ് നോക്കാം. 2 ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന 2 ഡോർസും നമുക്ക് കൂടെ കാണാം. കീലെസ് എൻട്രി വരുന്നത് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന ഡോർ പാഡ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സും വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഒറിജിനൽ സീറ്റ്സ് തന്നെയാണ് വന്നേക്കണം. യാതൊരു രീതിയിലുള്ള ഒരു എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളും നമുക്ക് കാണാനില്ല. അതേപോലെ ഇവിടെ ഡാഷ് ബോർഡ് നോക്കാം. ഡാഷ് ബോർഡും നീറ്റായിട്ടിരിക്കുന്നു. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. സ്റ്റിയറിങ്ങിനും വരുന്നുണ്ട്. 2 സൈഡ് എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 1 lakh പ്ലസ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 1,70,000 കിലോമീറ്റേഴ്സാണ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി പാസഞ്ചർ സൈഡിലേക്ക് പോകാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഡുവൽ ടോണിൽ വന്ന ഡോർ പാഡ്സ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് വിശദമായിട്ട് നോക്കാം. ഇവിടെ സീറ്റ്സൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ലെഗ് റൂം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബോണറ്റും ബൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സണ്ണിയുടെ ആ ഒരു എഞ്ചിൻ റൂമും ഡീസൽ എഞ്ചിനാണ് വന്നേക്കണേ. ഇവിടെ നോക്കാം. കേട്ടോ, എഞ്ചിൻ റൂമൊന്നും ക്ലീൻ ചെയ്യാത്തതിൻ്റെ ഒരു കുറവ് നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നോക്കാം. എഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. എഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ്. കേട്ടോ, വളരെ നീറ്റായിട്ട് നിൽക്കുന്ന ഒരു എഡ്ജസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി 1 lakh പ്ലസ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ വന്നിട്ട് നിങ്ങൾ കാണാം, ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങൾ ചെയ്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൻ്റെ അവസ്ഥ നോക്കാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ബൂട്ട് വന്നേക്കണം. ഇഷ്ടംപോലെ സ്പേസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ യാതൊരു സ്പേസ് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ടയറിലേക്ക് നോക്കാം. ടയറായാലും കുഴപ്പമില്ലാത്ത ഗ്രിപ്പുകൾ ടയേഴ്സ് വെക്കുന്നുണ്ട്. സ്പെയർ വീൽ റൂമായാലും
ചെറിയ രീതിയിലുള്ള പാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ എഡ്ജസൊക്കെ നോക്കാം. എഡ്ജസ് ആയി നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയും ലിഡൊക്കെ നോക്കാം. ലിഡും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു നിസാൻ സണ്ണി കണ്ടു കഴിഞ്ഞു. സണ്ണിയുടെ XV എന്ന ഓപ്ഷൻ വന്നേക്കണം. പിന്നെ XV ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വണ്ടിയാണ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് കീലെസ് എൻട്രിയും അതേപോലെ തന്നെ നമുക്ക് പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന വണ്ടിയാണ്. അതായത് വീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ നമുക്ക് ഇനി റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനാകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 2.5 ലക്ഷം രൂപയുള്ളൂ. 2.50 ലാക്സ്. അതും ഈ പറഞ്ഞ പോലെ ഇൻറ്റീരിയേഴ്സിൽ ഞാൻ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. 1 lakh+ കിലോമീറ്റേഴ്സ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. താങ്ക്